ഈ വർഷത്തെ വി.എം. ബാലൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരം ആലൂർ യുവജന വായനശാലയ്ക്ക്. നവംബർ 17 വൈകിട്ട് 5-ന് വി.എം.ബി. സ്മൃതി 2023 ഉദ്ഘാടനവും പുരസ്കാര വിതരണവും മാധ്യമപ്രവർത്തകൻ എം.വി. നികേഷ് കുമാർ നിർവഹിക്കും. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റും പാലക്കാട് ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളും മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന വി.എം. ബാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ബ്രദേഴ്സ് ലൈബ്രറി പട്ടിത്തറ ഏർപ്പെടുത്തുന്ന വി.എം. ബാലൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരത്തിന് ആലൂർ യുവജന വായനശാലയെ തിരഞ്ഞെടുത്തു. പാലക്കാട് ജില്ലയിലെ മികച്ച 13 ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച് നടത്തിയ വിശദമായ പരിശോധനകളുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരത്തിന് അർഹമായ ഗ്രന്ഥശാലയെ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹിതമായ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയും വർത്തമാനകാല സാഹചര്യത്തിന്റെ നവീനമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രന്ഥശാല നടത്തിയ വൈവിധ്യമേറിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഗ്രന്ഥശാലയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നവംബർ 17-ന് പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എം.വി. നികേഷ് കുമാർ സമർപ്പിക്കും. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി.കെ. നാരായണദാസ് അധ്യക്ഷനാവും. സിനിമാ നടൻ ടി.ജി. രവി മുഖ്യാതിഥിയാവും. ഡോക്ടർ സി.പി. ചിത്രഭാനു ബാലൻ മാസ്റ്റർ അനുസ്മരണം നടത്തും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ രാധിക എം.എസ്., പ്രജിഷ എ.കെ. നന്ദകുമാർ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ സത്യനാഥൻ, എം.കെ. പ്രദീപ്, ടി.പി. മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിക്കും. ലൈബ്രറി ഭാരവാഹികളായ വി.എം. രാജീവ്, വി.പി. മുഹമ്മദുണ്ണി എന്നിവർ സംസാരിക്കും. തുടർന്ന് വായനശാലയുടെ വിവിധ കലാപരിപാടികളും കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിക്കുന്ന 100% സിന്ദാബാദ് എന്ന നാടകവും ഉണ്ടായിരിക്കുമെന്നും സെക്രട്ടറി വി.എം. രാജീവ്, പ്രസിഡന്റ് വി.പി. അഹമ്മദുണ്ണി, ടി.പി. മുഹമ്മദ്, ഗോപു പട്ടിത്തറ, സി. മജീദ് എന്നിവർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25 വർഷക്കാലം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പട്ടിത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി അധ്യാപക യൂണിയൻ നേതാവ് തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് വി.എം. ബാലൻ മാസ്റ്റർ. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് 2 വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു അനുസ്മരണ സമ്മേളനം വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷം തന്നെ വളരെ വിപുലമായ രീതിയിൽ അനുസ്മരണ പരിപാടി നടത്തിയിരുന്നു. ബാലൻ മാസ്റ്ററുടെ പേരിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച ലൈബ്രറിക്ക് ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് തരൂരുള്ള കൊമ്പുകുട്ടി സ്മാരക വായനശാലയ്ക്കാണ് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു അവാർഡാണ് അവിടെ സമ്മാനിക്കുന്നത്. അത് ഈ വർഷം അതിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ വർഷം നമുക്ക് 13 വായനശാലകൾ, പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗത്തുനിന്ന് 13 വായനശാലകളുടെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വായനശാലകൾ, അത് നമ്മളൊരു പുരസ്കാര സമിതിയുണ്ട്. ആ സമിതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ് നമ്മളതിന് അവാർഡ് കൊടുക്കുന്നത്. ഡോക്ടർ സി.പി. ചിത്രഭാനു മാഷ് ചെയർമാനും, വി.എം. രാജീവ് മാഷ്, ഞാനാണ് വായനശാല സെക്രട്ടറിയാണ്, പുരസ്കാര സമിതിയുടെ കൺവീനറാണ്. അതുപോലെ ഗോപു പട്ടിത്തറ, സത്യനാഥൻ മാഷ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. ഇവരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ പുരസ്കാരം നിശ്ചയിക്കുന്നത്. ഈ വ്യത്യസ്ത കാറ്റഗറികളിൽ അവരുടെ പ്രവർത്തനം, ഒരു വർഷത്തെ പ്രവർത്തനം, മുൻകാല പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നേരിട്ട് അവരിൽ നിന്ന്, വലിയ വായനശാലകളിൽ നിന്ന് ഒരു അവരുടെ പ്രവർത്തന പരിപാടികൾ അന്വേഷിച്ച് അതിന് അപേക്ഷ ക്ഷണിച്ച് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആ വായനശാലകൾ സന്ദർശിച്ചാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ ആലൂർ യുവജന വായനശാലയ്ക്കാണ് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുള്ളത്. ആലൂർ യുവജന വായനശാല അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം 75ാം വാർഷികമാണ് ഇപ്പോൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആലൂർ പ്രദേശത്തെ വളരെ പുരാതനമായുള്ള ഒരു വായനശാലയാണ്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നല്ലൊരു കെട്ടിടവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല പരിപാടികൾ അവർ ഈ പ്രദേശത്ത് നടത്തി വരുന്നുണ്ട്. ഏകദേശം
കഴിഞ്ഞ വർഷം മാത്രം 60ഓളം പരിപാടികൾ, ഒരു വായനശാലയിൽ ഒരു വർഷം ഒരു 60 പരിപാടികൾ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പരിപാടികൾ. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ പരിപാടികൾ, പ്രാദേശികമായുള്ള കായികമേളകൾ, അതുപോലെ തന്നെ ഗ്രാമമൂല എന്ന് പറഞ്ഞ ഓരോ പ്രദേശത്തും കൊണ്ടുപോയി പുസ്തക വിതരണം, അങ്ങനെ വ്യത്യസ്തമായുള്ള പരിപാടികൾ എല്ലാ മേഖലയിലും സ്പർശിച്ചിട്ടുണ്ട്. വനിതാവേദി, യുവജനവേദി, അതുപോലെ തന്നെ വയോജനവേദി, ബാലവേദി, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത വേദികളിൽ നല്ലൊരു പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വായനശാലയാണ്. അപ്പോൾ ആ മികവുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പുരസ്കാരം അവർക്ക് സമ്മാനിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ 17-ാം തീയതി ഞായറാഴ്ച ആണ്. ഞായറാഴ്ച പുരസ്കാര സമർപ്പണത്തോടൊപ്പം തന്നെ വായനശാലയുടെ വാർഷികവും നമ്മൾ നടത്തുന്നുണ്ട്. വിപുലമായുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നികേഷ് കുമാറാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് സിനിമാ നടൻ ടി.ജി. രവി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് ടി.കെ. നാരായണദാസ് മാഷാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് ബാവമാടിയേക്കൽ, പിന്നെ രാജീവ് മാഷ് പറഞ്ഞു. ഗ്രന്ഥശാല സംഘത്തിൻ്റെ വളരെ സജീവമായ പ്രവർത്തകരും താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് മാർഗദർശിയായിട്ട് നിന്നിരുന്ന ആളാണ് ബാലമാഷ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് പ്രദേശ് ലൈബ്രറി, താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സഹകരണത്തോടു കൂടി ഇങ്ങനെ ലൈബ്രറികൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. നമ്മുടെ താലൂക്കിൽ തന്നെ 100-ലധികം ലൈബ്രറികളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലൈബ്രറിയിൽ മാത്രമേ അപേക്ഷ കൊടുക്കൂ. അതുകൊണ്ടാണ് 13 അപേക്ഷകൾ മാത്രമാണ്. ഓരോ ലൈബ്രറിക്കും തന്നെ ബോധ്യമുണ്ട് നമുക്കതിന് അർഹത ഉണ്ടാവുകയും. അപ്പോൾ അർഹത സ്വയം നിർണ്ണയിച്ചാണ് അവരത് അപേക്ഷ കൊടുത്തത്. അതിലേറ്റവും മികച്ച പ്രവർത്തനം ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയിൽ നല്ല നിലയിൽ നടത്തിയ ഗ്രന്ഥശാലയാണ് ആലൂരിലെ വായനശാല. അതിന് തന്നെയാണ് ഈ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി സമിതി തീരുമാനിച്ചത്. അതിൻ്റേതായ വിശദമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചു. ബാലമാഷയിൽ അടുപ്പം മിക്കവാറും കൊണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെയധികം സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെയധികം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വായനശാലയുടെ പ്രസിഡന്റ് എന്ന നിലയിലും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിലെ ഈ വിജയത്തിന് വേണ്ടി നിങ്ങളുടെയും സഹായകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് ഒറ്റയ്ക്ക് പറയാം. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.